ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴേ വിചാരിച്ചു കേട്ടോ, ഇന്ന് എല്ലാ വീടൊക്കെ ഒന്ന് വാക്വം ചെയ്യണമെന്ന്. ഇപ്പോൾ ഒരു 2 ആഴ്ച ആയിട്ടുണ്ട് ഞാൻ വാക്വം ചെയ്തിട്ട്. നേരത്തൊക്കെ ഞാൻ ഒരാഴ്ച കൂടുമ്പോൾ ചെയ്യുന്നത്. അപ്പോഴത്തേന് കറണ്ട് ബില്ല് ഭയങ്കര കൂടുതൽ ഗൈസ്. കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് വരുന്നതുകൊണ്ട് ഞാനത് 2 ആഴ്ചയിൽ ഒരിക്കലാക്കി. പിന്നെ നമ്മളിങ്ങനെ ജനലും ഇതുമൊക്കെ തുടയ്ക്കുന്നതായതുകൊണ്ട് പിന്നെ അത്ര പ്രശ്നമില്ലല്ലോ. പിന്നെ ഞാൻ ഇടയ്ക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് 2 ആഴ്ചയിൽ ഒരിക്കലാക്കി. അല്ല പിന്നെ കറണ്ട് ബില്ല് അടച്ചടച്ച് ഭണ്ഡാരം അടങ്ങും. അങ്ങനെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ വാക്വം ക്ലീനർ നല്ലതാണേ. ഞാനിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെയും കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലതാണ്, ഉപയോഗിക്കാൻ നല്ലതാണ്. നമുക്ക് പിന്നെ എന്തെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ റൂമുകളിലും കൊണ്ടുപോകേണ്ട എക്സ്ട്രാ ഒരു കുത്തുന്ന സംഭവം ഉണ്ടല്ലോ, പവർ പ്ലഗ് വേണം. അപ്പം അതേ ഉള്ളൂ. അപ്പോൾ എല്ലാ റൂമിലും അതില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കൊണ്ട് നടക്കണം, അതേ ഉള്ളൂ. മറ്റേ റോബോട്ടിക്കൊക്കെ ആകുമ്പോൾ പിന്നെ അത് തന്നെ പണിയെടുത്തോളും. ഇത് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണമെന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ടയറുണ്ട്. ടയറുള്ളതുകൊണ്ട് നമുക്കത് വലിച്ചുകൊണ്ട് പോകാനൊക്കെ ഈസിയാണേ. എത്ര 8000 അങ്ങനെ സംതിങ് എങ്ങാണ്ടും ആയുള്ളൂ. പക്ഷെ നല്ലതാണ്. ഇതിന് ഈ ബ്രഷ് തന്നെയല്ല കേട്ടോ, ഒത്തിരി ബ്രഷുകളുണ്ട്. ഒരു 4-5 ബ്രഷുണ്ട്. സെറ്റി ക്ലീൻ ചെയ്യാൻ, ഫ്ലോർ ക്ലീൻ ചെയ്യാൻ, അങ്ങനെ എന്തൊക്കെയോ. ഈ കോർണറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് തന്നെ വേറെ ബ്രഷുണ്ട്. എല്ലാ വാക്വത്തിനും അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല. ഇതിനങ്ങനെയൊക്കെ ബ്രഷുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കോർണറിലൊക്കെയുള്ള പൊടിയും അങ്ങനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. പിന്നെ എനിക്ക് ഈ ജനലിൽ ഇത് വാക്വം വെച്ച് ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം ഈ തുണി നനച്ചിട്ട് വെള്ളം നനച്ച് തുടയ്ക്കുന്ന എനിക്ക് കൂടുതലും ഇഷ്ടമേ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അവിടെയുള്ള ഇങ്ങനെ അഴുക്ക് പൊടിയും ചുക്കിലി അങ്ങനത്തെയൊക്കെ ഇത് വെച്ചിട്ട് പൊക്കോളും. പക്ഷേ ഇങ്ങനെ ഈ പൂപ്പൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, കുറച്ചും കൂടെ എനിക്ക് നീറ്റായിട്ട് അത് ആവുന്നെന്ന് തോന്നുന്നു ഇങ്ങനെ തുടയ്ക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ജനലും ഇതൊന്നും ഇത് വെച്ചിട്ട് അങ്ങനെ പിന്നെ വാക്വം ചെയ്യാറില്ല. അത് ഞാൻ തുണി നനച്ചിട്ട് തുടയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വാതിലിൻ്റെ സൈഡിലുള്ള അതൊക്കെ ഞാൻ എടുക്കുവേ. അങ്ങനെ പിന്നെ എല്ലാം നമുക്ക് എളുപ്പമാണ്. വീട് ക്ലീനിങ് ഒക്കെ ഭയങ്കര ഈസിയാണ് അല്ലേ. പിന്നെ വലിയ വീടൊക്കെ ആകുമ്പോൾ നമ്മൾ ആരെങ്കിലും വെച്ച് ക്ലീൻ ചെയ്യിക്കാൻ. പിന്നെ എന്നും ഇത് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ആരെയും വെക്കണ്ടയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം വീട്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ വീടും പരിസരമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് മക്കളൊക്കെ ഉള്ളപ്പോൾ മക്കൾക്കൊക്കെ അലർജിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റിയിലൊക്കെ ഉണ്ടല്ലോ. കർത്താവേ, ഞാൻ ഈ വാക്വം ചെയ്ത് ലാസ്റ്റ് അതിൻ്റെ ബക്കറ്റ് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ ഞാൻ എങ്ങനെ വൃത്തിക്ക് പിന്നെ ക്ലീൻ ചെയ്യുന്നതാണ്, എന്നിട്ട് ഇത്രയും പൊടി എവിടെ നിന്ന് വന്നു എന്ന്. പക്ഷെ നമ്മൾ വിചാരിക്കും കേട്ടോ, പിന്നെ നമ്മൾ ഇന്നും തുടക്കുകയും തൂക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പൊടി ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി. ബക്കറ്റ് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത്രയും പൊടിയുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള പൊടികളാണ്. സെറ്റിയിലൊന്നും നമുക്ക് കാണത്തില്ലല്ലോ പൊടിയൊന്നും. അതെല്ലാം നല്ല ഇങ്ങനെ ചെറിയ ഇങ്ങനെ പൊടികൾ വരെ ഇത് സക്ക് ചെയ്തെടുക്കുമല്ലോ. അതുകൊണ്ട് എല്ലാം നല്ല ഫ്ലോറൊക്കെ നല്ല നീറ്റാവും കേട്ടോ. പിന്നെ ഈ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിന് ഒരു ബ്രഷുണ്ടേ. അപ്പോൾ ആ ബ്രഷും കൂടെ നമുക്ക് ഓണാക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റാകും. അങ്ങനെ നമ്മളത് കണ്ടു കഴിയുമ്പോൾ ചോദിക്കും, കർത്താവേ ഞാൻ എത്ര ക്ലീൻ ചെയ്തിടുന്ന വീടാണ്, എന്നിട്ട് ഇത്രയും പൊടി ഇത് എവിടെ നിന്ന് ഇവൻ വലിച്ചെടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? ഞാൻ 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. അത് ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ഇഷ്ടമാവുന്നില്ലെങ്കിലും ഒക്കെ പറയണേ. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയണം. അങ്ങനെ ക്ലീനിങ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് തോന്നുന്നു. മറ്റ് വീഡിയോ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടം. ആ ബ്രഷ് ഞാനിപ്പോൾ ഓണാക്കിയതാണ് കേട്ടോ. മറ്റ് വീഡിയോസൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്ലീനിങ് വീഡിയോ പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കമൻസൊക്കെ കാണുമ്പം. എല്ലായിടത്തും മഴയൊക്കെ കുറവില്ലേ? ഇവിടെ മഴയെല്ലാം ഇന്നിപ്പം മഴ നല്ലോണം കുറവുണ്ട് കേട്ടോ. ഇന്ന് നല്ല വെയിൽ. അപ്പോൾ അതിന് ഭയങ്കര ചൂടായി. വെയിൽ തെളിയുമ്പോഴത്തേനും ഭയങ്കര ചൂട്. നമ്മുടെ വീടിരിക്കുന്ന ഇവിടെ മറ്റേ മരുഭൂമി പോലെയാണേ.
മരങ്ങളൊന്നുമില്ല. അപ്പോഴത്തേനും നല്ല കുഞ്ഞൊരു വെയിൽ വരുമ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കര ചൂടാണ്. ഇവിടെ നമ്മൾ സ്ഥലം ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ 5 സെൻറ്റ് 10 സെൻറ്റ് അങ്ങനെ ഇതാക്കിയിട്ടേക്കുക, എന്തുവാ നീക്കം വലിച്ചിട്ടിട്ടുണ്ട്. അപ്പം മരങ്ങളൊന്നുമില്ല. അപ്പം മരുഭൂമിയിലാണ് നമ്മുടെ വീടിരിക്കുന്നത്. അതുകൊണ്ട് വല്ലാത്ത ചൂടാണ്. പിന്നെ മുറ്റത്ത് ഈ ചിപ്സും കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ടുണ്ടല്ലോ വെയിൽ വരുമ്പോഴത്തേനും അതങ്ങനെ ചൂടാകുമ്പോഴത്തേനും ഭയങ്കര ചൂടാകും. അങ്ങനെ ചൂട് സഹിക്കാൻ വയ്യാതെ ഞാൻ പോയി അതേ മുടി കെട്ടി വെച്ചിട്ട് വന്നു. വീഡിയോയ്ക്ക് നല്ല ഭംഗി ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ മുടിയൊക്കെ അയച്ചിട്ട് നല്ല സെറ്റായിട്ട് വന്നത്. അപ്പോഴത്തേനും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്നിട്ട് ഞാൻ പോയി മുടി കെട്ടി വെച്ചിട്ട് വന്നു. ഇത് കുഞ്ഞിൻ്റെ സ്റ്റഡി ടേബിളാണേ. സ്റ്റഡി ടേബിള് അവനെക്കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യിപ്പിക്കാറാണ്. പക്ഷേ അവന് ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ ഭയങ്കര തിരക്ക്. പിന്നെ അത്ര ഒരു വൃത്തി വരുന്നില്ല എനിക്ക്. അപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അതല്ല. പിന്നെ അതിൻ്റെ അടിയിൽ ടേബിളിൻ്റെ അടിയിലേക്കെല്ലാം ഉണ്ടല്ലോ പെൻസിൽ ഷാർപ്പ് ചെയ്തിട്ട് എല്ലാം അങ്ങോട്ടിടും. അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും അതിങ്ങോട്ട് വലിച്ച് മാറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതങ്ങോട്ട് സക്ക് ചെയ്ത് എടുത്തോളൂല്ലോ. അതുകൊണ്ട് ഞാനിതെല്ലാം വലിച്ച് ഇങ്ങോട്ടാക്കി വെച്ച് ഫുൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സക്ക് ചെയ്തെടുത്തു. കുറച്ച് നാളത്തേക്കല്ല, ഇന്നൊരു ദിവസം ഇങ്ങനെ ഇരിക്കും കേട്ടോ. നാളെ ഇത് വീണ്ടും നിരത്തിയിടും, ഫുൾ ഇതിലേ ഇടും. പിന്നെ ഞാൻ കുറേ വഴക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് വഴക്ക് പറഞ്ഞു കഴിയുമ്പം എടുത്ത് അടുക്കി പറക്കി വെക്കും. വീണ്ടും അങ്ങനെ തന്നെ കിടക്കും. എങ്ങനെ പിന്നെ എന്താണ് എന്താ പറയണ്ടേ, നമ്മുടെ ടെൻഷനും ദേഷ്യവും ഡിപ്രഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ക്ലീനിങ്. അങ്ങനെയാണെന്ന് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുള്ള എല്ലാ ടെൻഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര റിലാക്സേഷനാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്ക് നല്ല നീറ്റായില്ലേ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.